സ്റ്റുഡൻറ് സെറ്റ്സിലെ അനന്തർ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇത് കുറച്ചു നമുക്കറിയാം. സബ്സെറ്റിൻ്റെ ഫോർമുല എന്താണ്? n നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഒരു സെറ്റിലുണ്ടെങ്കിൽ 2n ആണ്. സോ ഇവിടെ 2 സെറ്റ് ഉണ്ട്. 2 സെറ്റിനും എലമെൻറ്റ്സ് തന്നിട്ടുണ്ട്. സപ്പോസ് നമുക്ക് n ഓഫ് ഫസ്റ്റ് സെറ്റിലുള്ള എലമെൻറ്റ്സിൻ്റെ എണ്ണം m-ഉം സെക്കൻഡ് സെറ്റിൽ n ഓഫ് ബിയിലുള്ള എലമെൻറ്റ്സിൻ്റെ എണ്ണം n-ഉം തന്നിട്ടുണ്ട്. എന്താണ് നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഇൻ ഫസ്റ്റ് സെറ്റ് 56 മോർ ദാൻ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം എലമെൻറ്റ്സ് ഇൻ എ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ എലമെൻറ്റ്സ് ബി, എന്നാൽ മാത്രമേ 56 കൂടത്തുള്ളൂ. സോ നമുക്ക് ആ ഒരു ഇക്വേഷൻ എഴുതിയാൽ വാട്ട് ഈസ് ദ സബ്സെറ്റ്സ് ഓഫ് എ 2m ഈസ് സെക്കൻഡ് സബ്സെറ്റ് നമ്പർ ഓഫ് സബ്സെറ്റ് 2n പ്ലസ് 56 എന്ന് എഴുതണം. ഓക്കെ, നമുക്ക് അൺനോൺസ് ഒക്കെ ഒരു ഭാഗത്ത് കൊണ്ടുവന്നാൽ 2m ബൈ 2n എത്ര വരും? 56. ക്ലിയർ? സോ ഇവിടുന്ന് അങ്ങോട്ട് ചെയ്യുന്നതാണ് ഞങ്ങൾ ചില കുട്ടികൾക്ക് പ്രശ്നം വരുന്നത്. ശ്രദ്ധിക്കുക, ഇവിടെ m ഗ്രേറ്റർ ദാൻ m എന്ന് തന്നിട്ടുണ്ട്. സോ നിങ്ങൾ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് പുറത്തെടുക്കേണ്ടത് 2n ടേക്ക് ഔട്ട് സൈഡ് ദ ബ്രാക്കറ്റ്. ഓക്കെ, എന്തുകൊണ്ടാണ് 2m പുറത്തെടുക്കാത്തതെന്ന് ഞാൻ പറഞ്ഞുതരാം. 2n പുറത്തേക്ക് എടുക്കുമ്പോൾ 2m ബൈ 2n മൈനസ് 1 ഈക്വൽ ടു, ഇവിടെയും നമുക്കൊരു 2 പവർ എക്സ്ട്രാക്ട് ചെയ്യാം. 2³ ഇൻറ്റു 7 ആണ് ആഫ്റ്റർ പ്രൈം ഫാക്ടറൈസേഷൻ. ഓക്കെ, സോ ഇവിടെ നിന്ന് നമുക്ക് 2 പാർട്ട് നമുക്ക് ഈക്വേറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് 2ൻ്റെ പവേഴ്സ് ഈക്വേറ്റ് ചെയ്താൽ 2n ഈസ് ഈക്വൽ ടു 2³ കിട്ടും. 2n ഈസ് ഈക്വൽ ടു 2³ ഇംപ്ലൈസ് n ഈസ് ഈക്വൽ ടു 3. സോ സെക്കൻഡ് പാർട്ട് നിങ്ങൾ ഇക്വേറ്റ് ചെയ്യുമ്പം ഈ ബ്രാക്കറ്റും ബാക്കി വരുന്ന RHSലെ പാർട്ട് അതാണ് 7ഉം ഓൾറെഡി ആ ബാലൻസിങ് ചെയ്യുമ്പോൾ അത് ഇക്വേറ്റ് ചെയ്യും. സോ 2m ബൈ 2n മൈനസ് 7 എത്ര വരും? 7. ഇവിടെ നിന്ന് 2m ബൈ 2n എത്ര വരും? 8 വരും. സോ 2nൻ്റെ വാല്യൂ എത്രയാണ്? വിച്ച് ഈസ് ഓൾറെഡി 2³ 8 ആണ്. സോ അവിടെ കൊടുത്താൽ 2m ഈസ് ഈക്വൽ ടു 64. 64 2ൻ്റെ പവർ എഴുതിയാൽ എത്രയാണ്? 2 raised to 6. 2m is equal to 6. m is equal to 6. Clear? So ഇത് നിന്ന് മനസ്സിലാവും 56 plus 8 is equal to 64. Okay, number of subsets in first set is more than 56. Clear? അപ്പോൾ എന്തുകൊണ്ടാണ് 2n പുറത്തെടുക്കാത്തത്? സപ്പോസ് 2m പുറത്തെടുക്കുമ്പോൾ ഇഫ് യു ടേക്കിംഗ് 2m അവിടെ നെഗറ്റീവ് വരും. ഈ പാർട്ട് എന്ത് വരും? നെഗറ്റീവ് വരും. പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് 2n മാത്രമേ പുറത്തേക്ക് എടുക്കാവൂ.